എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് GCD കോയിനിൽ അടങ്ങിയിരിക്കുന്ന പ്ലാനുകളെ കുറിച്ച് സംസാരിക്കാനാണ്. 12ഓളം പ്ലാനുകളുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനും അതുപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും റെഫറൽ ഇൻകം എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് വരുമാനം വരുന്നത്, ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കമ്പനിയുടെ ഫൗണ്ടറായ ജയകുമാർ സാറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. GCD കോയിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ GCD ടോക്കണിൽ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ആ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഏതൊരു വ്യക്തിക്കും 20 ടോക്കൺ പ്രീമിയം പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 20 ടോക്കൺ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ റാങ്ക് എന്ന് പറയുന്നത് 100 ടോക്കൺ റാങ്ക് ആണ്. മൂന്നാമത്തെ റാങ്ക് എന്ന് പറയുന്നത് 500 ടോക്കൺ ആണ്. നാലാമത്തെ റാങ്ക് 1000 ടോക്കൺ ആണ്. അഞ്ചാമത്തെ റാങ്ക് 3000 ടോക്കൺ ആണ്. ആറാമത്തെ റാങ്ക് 5000 ടോക്കൺ ആണ്. ഏഴാമത്തെ റാങ്ക് 10000 ടോക്കൺ ആണ്. എട്ടാമത്തെ റാങ്ക് 50000 ടോക്കൺ ആണ്. അതിനുശേഷം 9ാമത്തെ റാങ്ക് മുതൽ 1,00,000 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്കാണ് 9ാമത്തെ റാങ്ക് വരുന്നത്. അതുപോലെ തന്നെ 10ാമത്തെ റാങ്ക് 3,00,000 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്കാണ് 10ാമത്തെ റാങ്കിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ 11ാമത്തെ റാങ്കിലേക്ക് വരുന്നത് 5,00,000 ടോക്കൺ എടുക്കുന്ന ആൾക്കാരിലേക്കാണ്. അപ്പൊ ഇതൊരു ഇന്റർനാഷണൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ലോകത്ത് നല്ല ധനികരുണ്ടാവും, അതുപോലെ തന്നെ സാമ്പത്തികം ഇല്ലാത്തവരുണ്ടാവും. ഈ രണ്ട് കൂട്ടരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് 20 ടോക്കൺ എടുക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു 10 പ്രൊജക്റ്റാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്ത്യയിലും മറ്റു വിദേശ രാജ്യങ്ങളും ഉൾപ്പെടെ നടക്കുന്ന 10 പ്രൊജക്ടിന്റെ ലാഭവിധം, അതായത് 20 ടോക്കൺ എടുക്കുന്ന വ്യക്തികൾക്ക് ടോട്ടൽ പ്രൊജക്ടിന്റെ 1%, 100 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്ക് ടോട്ടൽ പ്രൊജക്ടിന്റെ 2%, 500 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്ക് ടോട്ടൽ പ്രൊജക്ടിന്റെ 3%, 1000 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്ക് ടോട്ടൽ പ്രൊജക്ടിന്റെ 4%, അതേപോലെ തന്നെ 3000 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്ക് ടോട്ടൽ പ്രൊജക്ടിന്റെ 5%, കൂടാണ്ട് ആറാമത്തെ റാങ്കിൽ നിൽക്കുന്ന 5000 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്ക് ടോട്ടൽ പ്രൊജക്ടിന്റെ 6%, ഏഴാമത്തെ റാങ്കായ 10000 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്ക് ടോട്ടൽ പ്രൊജക്ടിന്റെ 7%, 50,000 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്ക് ടോട്ടൽ പ്രൊജക്ടിന്റെ 8% എന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ ഗ്രാഫ് തയ്യാറാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ 9ാമത്തെ റാങ്കിലേക്ക് വരുമ്പോൾ സിൽവർ സ്റ്റാർ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരും. ആ സിൽവർ സ്റ്റാർ അച്ചീവ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് 1,00,000 ടോക്കണിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ 1,00,000 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്കോ ടോട്ടൽ പ്രൊജക്ടിന്റെ 5% വരും. അവർക്ക് ഒരു ബൈക്ക് കൂടി ഫ്രീ കിട്ടുകയും ചെയ്യും. രണ്ടാമത് 10ാമത്തെ റാങ്കിലേക്ക് വരുമ്പോൾ 3,00,000 ടോക്കണിന്റെ ബിസിനസ് നടത്തുമ്പോൾ ടോട്ടൽ പ്രൊജക്ടിന്റെ ലാഭത്തിന്റെ 6% അവരിലേക്ക് എത്തുകയും ചെയ്യും. 11ാമത്തെ റാങ്കായിട്ടുള്ള 5,00,000 ടോക്കണിലേക്ക് മാറുമ്പോൾ അത് ടോട്ടൽ പ്രൊജക്ടിന്റെ 7% പ്രോഫിറ്റിലേക്ക് വരികയും ചെയ്യും. അപ്പൊ നമ്മൾ 11ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പം 5,00,000 ടോക്കണിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ 11ാമത്തെ റാങ്കിലേക്ക് എത്തുകയും അത് ഡയമണ്ട് സ്റ്റാർ റാങ്കിലേക്കാണ് വരുന്നത്. ടോട്ടൽ പ്രൊജക്ടിന്റെ 7%, അതായത് ലോകത്ത് എവിടെ നമ്മൾ ബിസിനസ് ചെയ്താലും ആ ടോട്ടൽ വരുമാനത്തിന്റെ 7% അവർക്ക് നമ്മൾ നൽകുന്നത്. അത് സാധാരണ 20 ടോക്കൺ എടുത്ത ആൾക്കാർക്ക് റെഫറൽ ഇൻകം വഴി തന്നെ കൂടുതൽ ആൾക്കാരെ ജോയിൻ ചെയ്യിച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിലും ബിസിനസ് ചെയ്യാൻ സാധിക്കും. കാരണം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 1000 ടോക്കൺ ഒരാളെ കൊണ്ട് എടുപ്പിച്ചെന്ന് വിചാരിക്കും, അല്ലെ റെഫറൽ കൊടുത്ത് നമ്മൾ എടുപ്പിച്ചു. അപ്പൊ നമ്മൾ ആ 4ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ ഒരു 3000 ടോക്കൺ ഒരാൾ എടുക്കുന്നു, തീർച്ചയായിട്ടും ആ 5ാമത്തെ റാങ്കിലേക്ക് ഈ റെഫർ ചെയ്ത ആളും എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ പ്രൊജക്ടിന്റെ ആ ലാഭവിഹിതം കൂടുകയും ചെയ്യും. അപ്പോൾ സാമ്പത്തികമുള്ളവനും സാമ്പത്തികം ഇല്ലാത്തവർക്കും ഒരുപോലെ ഇൻവെസ്റ്റ്മെന്റും ഒരുപോലെ പ്രോഫിറ്റും കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാനാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ക്രിപ്റ്റോ കറൻസിയുടെ ബിസിനസ്സിൽ നമ്മൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നമുക്കറിയാം. ഒന്നെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. അപ്പൊ നിലവിലുള്ള ഒരു 90% നല്ല കമ്പനികളുടെ എല്ലാം അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടോക്കൺസിന്റെയും പ്രോജക്റ്റ് എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ടും നടക്കുന്ന
ബിസിനസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം NFT ആണ്. മൂന്നാമത്തെ ഗെയിംസ് ആണ്. അങ്ങനെ ചെറിയ ചെറിയ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബിസിനസ്സുകളാണ് ഈ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കോയിൻസും ടോക്കൺസും ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ എതേറിയം അല്ലെങ്കിൽ ടെത്തർ എന്നൊക്കെ പറയുന്നത് എക്സ്ചേഞ്ച് ആണ്. അപ്പൊ എക്സ്ചേഞ്ചിലൂടെ കിട്ടുന്ന വരുമാനങ്ങളാണ് അവരുടെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ GCD ടോക്കൺ രണ്ട് രീതിയിലാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്നത്. ഒന്ന്, നമ്മുടെ ടോക്കൺ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഗ്യാസ് ഫീസ് നമ്മളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ അതിനകത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ 10 മേഖലയിൽ നിന്നും കിട്ടുന്ന ലാഭവിഹിതം കൂടി ടോക്കൺ കൈവശം വെച്ചവരിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ ക്രിപ്റ്റോ കറൻസിയിൽ ചെയ്യുന്നൊരു കാര്യം, അതായത് അതിന്റെ ഗ്യാസ് ഫീസ് അല്ലെങ്കിൽ അതിന്റെ മൂല്യം വർദ്ധിക്കുന്നത് ടോട്ടൽ കോയിനിലേക്കായിരിക്കും അതിന്റെ പ്രോഫിറ്റ് പോകുന്നത്. ഇവിടെ നമ്മൾ അവിടെയും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ടോട്ടൽ പ്രോഫിറ്റ് കോയിൻ എടുത്ത ആൾക്കാരിലേക്കാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ കാരണം, നിലവിലെ ടോക്കൺ എടുത്ത ആൾക്കാർക്ക് അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടോക്കൺസിന് മാർക്കറ്റിൽ നല്ല വാല്യൂ വരികയും അതിനോടൊപ്പം സെയിൽ കൂടുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 10ഓളം പ്രൊജക്റ്റിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിന്റെ പ്രോഫിറ്റ് കോയിൻ എടുത്ത ആൾക്കാരിലേക്കും പോവുക എന്ന് പറയാൻ നിസ്സാര കാര്യമല്ല. ഇപ്പൊ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 20 ടോക്കൺ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും നല്ലൊരു സമ്പാദ്യത്തിന് ഉടമയാകാൻ സാധിക്കുകയും ചെയ്യും. ഒരു മിനിമം ഈ സമയത്ത് ഒരു 100 ടോക്കണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ തയ്യാറാവണം. കാരണം ആ 100 ടോക്കൺ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമ്മൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലോ കോയിൻ ജിക്കോയിലൊക്കെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം മുതൽ ഇതിന്റെ പമ്പിങ് സ്റ്റാർട്ട് ചെയ്യും. ഇതിന് നല്ല റേറ്റ് കൂടുകയും ചെയ്യും. പിന്നെ ഈ ഒരു തുകയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കാണ്ട് വരികയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലാണ് ഓരോ കാര്യവും നമ്മുടെ ഈ ഇൻവെസ്റ്റിംഗ് പ്ലാനിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, റെഫറൽ ഇൻകം നമുക്ക് 10% ആവും. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് പൂളിൽ മിനിമം 3000 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്കാണ് ഡിസ്ട്രിക്ട് പൂൾ പ്ലാൻ കൊടുക്കുന്നത്. ആ ഡിസ്ട്രിക്റ്റിന്റെ ചെയർമാൻ സ്ഥാനം കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ ഈ GCD ടോക്കണിന്റെ ഇൻവെസ്റ്റിംഗ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതുകൂടാണ്ട് ബേസിക് പ്ലാനിൽ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അത് നമ്മുടേതായിട്ടുള്ള സ്വന്തം എക്സ്ചേഞ്ചും കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ബേസിക് പ്ലാൻ സജീവമാകുന്നത്. കാരണം നമ്മുടെ ഈ 10 മേഖലയിലേക്കും കൂടുതൽ വ്യാപാര വ്യവസായങ്ങളിൽ പങ്കാളിത്തം സ്വീകരിക്കുന്നതോടെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള എക്സ്ചേഞ്ച് കൂടി ഉണ്ടെങ്കിൽ അതിൽ വരുന്ന ട്രാൻസാക്ഷന്റെ ഗ്യാസ് ഫീസ് തന്നെ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന രീതിയിലായിരിക്കും അതും കൈകാര്യം ചെയ്യുന്നത്.